ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വന്നിട്ടുള്ള കേരള പോലീസിൽ വരുന്ന കോൺസ്റ്റബിൾ വാക്കൻസിയിലെ ഡ്രൈവർ എന്ന വിജ്ഞാപനമാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, കേരള സർക്കാരിൻ്റെ പോലീസ് വകുപ്പിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണാവസരം. കേരള പോലീസ് ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു തുടങ്ങിയിട്ടുണ്ട്. മിനിമം +2 യോഗ്യത ഉള്ളവർക്ക് കേരള പോലീസിൽ കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റുകളിലായിട്ട് മൊത്തം കാൽക്കുലേറ്റ് ആയിട്ടുള്ള ഒഴിവിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. നല്ലൊരു ശമ്പളത്തിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം. ഈ ഒരു ജോലിക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് 2024 നവംബർ 30 മുതൽ 2025 ജനുവരി 1 വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ജോലിയുടെ ചുരുക്കരൂപം നമുക്കൊന്ന് നോക്കാം. സ്ഥാപനത്തിൻ്റെ പേര് കേരള പോലീസ്. ജോലിയുടെ സ്വഭാവം കേരള ഗവൺമെൻറ് ജോലിയാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. തസ്തികയുടെ പേര് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന തസ്തികയിലേക്കാണ്. അതേപോലെ വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. ഒഴിവുകളുടെ എണ്ണം കണക്കാക്കിയിട്ടില്ല. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കേരള. ജോലിയുടെ ശമ്പളം 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ്. അപേക്ഷിക്കേണ്ട തീയതി ഓൺലൈൻ വഴിയാണ് നിങ്ങളിതിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അതേപോലെ ഗസറ്റിൽ വന്ന തീയതി 2024 നവംബർ 30 അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ജനുവരി 1 വരെയാണ്. ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങളുടെ PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു കോൺസ്റ്റബിൾ പോലീസിലേക്ക് വേണ്ട പ്രായപരിധി എത്രയാണെന്ന് നോക്കാം. അതായത് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്ക് 20 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. 2/1/1996 മുതൽ 1/1/2004 വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ടായിരിക്കുക. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു കോൺസ്റ്റബിൾ എന്ന പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്ന് നോക്കാം. അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ +2 പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. അതേപോലെ മസ്റ്റ് പോസസ് കറൻറ്റ് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതേപോലെ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾ ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവർ ബാഡ്ജ് വേണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ ഹെവി ലൈസൻസ് വേണമെന്നും പറയുന്നുണ്ട്. കേരള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ വിജ്ഞാപനം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കേരള പോലീസിൻ്റെ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുത്ത് OMR ഓൺലൈൻ പരീക്ഷ നടത്തുകയാണെങ്കിൽ പരീക്ഷ എഴുതുമെന്ന സ്ഥിരീകരണം അപേക്ഷകർ തങ്ങളുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രൊഫൈൽ വഴി നൽകേണ്ടതാണ്. അപ്രകാരം സ്ഥിരീകരണം നൽകുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതേപോലെ പരീക്ഷാ തീയതി വരെയുള്ള അവസാനത്തെ 15 ദിവസങ്ങളിൽ ഇത് ലഭ്യമാകുന്നതാണ്. നിശ്ചിത മേഖലകളിൽ സ്ഥിരീകരണം നൽകാത്ത ഉദ്യോഗാർത്ഥികളുടെ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. സ്ഥിരീകരണം നൽകേണ്ടതായ കാലയളവ് സംബന്ധിച്ച തീയതികളെക്കുറിച്ചും അഡ്മിഷൻ ടിക്കറ്റ് ലഭ്യമാകുന്ന തീയതി സംബന്ധിച്ചുള്ള വിവരങ്ങളും പരീക്ഷാ കലണ്ടറിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.